അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിംഗ് ഞാൻ നിങ്ങൾക്കൊരു മെത്തേഡ് പറഞ്ഞു തരാമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും എപ്പോഴെങ്കിലും മൈൻക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള സ്ക്രീനെല്ലാം മാറ്റാൻ വേണ്ടി. അപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ഒന്ന് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ആപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ ഞാൻ എന്നുവെച്ചാൽ നിങ്ങൾക്ക് പലവർക്കും ആഗ്രഹമുള്ളൊരു സംഭവമാണ്. നിങ്ങളുടെ ഈ ഒരു മോഡിട്ട് നിങ്ങൾക്ക് എലൈറ്ററെ കൂടി പറക്കുന്നതെന്ന് കാണാൻ വേണ്ടി പല ബെഡ്റോക്ക് പ്ലേയേഴ്സിനും ഉള്ള ആഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് അങ്ങനെ ചെയ്യാൻ. നിങ്ങൾ സെറ്റിങ്സിൽ പോയി വീഡിയോയിലെല്ലാം പോയി അങ്ങനെ ചെയ്യാം. പക്ഷേ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി ഒരേ ഒരു മെത്തേഡാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്. വേറെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവും സർവൈവലും എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ സർവൈവലാണ് കിടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ കാര്യങ്ങളൊന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ MCPEDL നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണിങ് ആക്കണം. പിന്നെ ഒരു ആഡ് എല്ലാം വരുന്നതായിരിക്കും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ കാണുന്ന ഒരു സെർച്ചിൻ്റെ ഇത് ഞെക്കിയിട്ട് മുകളിൽ സെർച്ച് സബ്മിഷൻസ് വെക്കാം. എന്നിട്ട് നിങ്ങൾ അടിച്ചിട്ട് ചെറിയൊരു സ്പേസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വെക്കണം. അപ്പോൾ അത് ഡൗൺലോഡ് ആവും. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്കപ്പോൾ ഡൗൺലോഡ് ആവും. നിങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ മറ്റേ ഡൗൺലോഡിൻ്റെ ബട്ടൺ വെക്കണം ഇങ്ങനെ വരുമ്പം. പിന്നെ പച്ചയിൽ ഞെക്കല്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് എല്ലാം ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ആഡും കാണും. നിങ്ങൾ ആഡെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പച്ചയിൽ ഞെക്കണം. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആവും. എനിക്കറിയാൻ ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അങ്ങനെ നിങ്ങൾ ഈ പച്ച വെക്കുമ്പോൾ സൈഡിൽ മൈൻക്രാഫ്റ്റും എൻ്റെ ഫയൽസും എല്ലാം കാണിക്കും. അതിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റ് വെക്കുക. അതേപോലെ നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ പോയിട്ട് നിങ്ങൾ എന്താണെന്ന് ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കളിക്കുന്നൊരു വേൾഡ്. ഓക്കെ ഗൈസ്, ഞാൻ കയറിയിട്ട് നിങ്ങൾ ബാക്കി പറയാം. ഇതാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് അത് അറിയാൻ വയ്യാതായിരിക്കും. മൊബൈലിൽ കളിക്കുന്ന നിങ്ങൾ ബെഡ്റോക്ക് ആയിരിക്കും, അതെന്തായാലും ഉറപ്പ് തന്നെ. ഞാൻ കളിക്കുന്ന വേർഷൻ 1.21.51 ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ വേൾഡിൽ കയറിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ കയറുന്നത് ഞങ്ങൾക്കൊരു ഇതുണ്ട് വേൾഡ്. അതിൽ കൊല്ലം ബോയ്സ് എന്നാണ് എൻ്റെ പേര്. ഞാനും എൻ്റെ കസിനും കൂടിയാണ് ആ ഒരു വേൾഡ് കളിക്കുന്നത്. അപ്പം ഞാൻ ഇത്തേക്ക് ആർബൻ്റെ ട്രിം ആർക്കൊക്കെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സുധീന്ദ്രൻ്റെ ഇത് കണ്ടുപിടി. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ചെറിയൊരു പനിയെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കയറിയിട്ട് പിന്നെ ഞാൻ ഫുട്ബോൾ കോച്ചിങ്ങിനും പോകുന്നുണ്ട്. അതൊക്കെ എത്ര ഉള്ളൂ. ബൈ ഗൈസ്, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലെ നെയിമും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് ഒരു 3 പേരുടെ നെയിം സെലക്ട് ചെയ്ത് അവരെ ഞാൻ ഫ്രണ്ട് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ലതായാലും ഗൈസ്, ഫൈനലി ഇതിപ്പോൾ ഡൗൺലോഡായി തീരും. ഇത് കുറേ നേരം എടുക്കും. ആദ്യം ഇത് ഏതെങ്കിലും ഫീച്ചേഴ്സ് മാറ്റുന്നതല്ല, ഇതാണ് ആദ്യമേ മാറ്റേണ്ടത്. നിങ്ങളുടെ വേൾഡിൽ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ സെറ്റിങ്സ് 3 വരിയ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് എനേബിൾ സെറ്റിങ്സ് ഓവർലേന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ഞെക്കണം. അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ലോഡിങ് എന്ന് കാണിക്കും. പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരുത്ത എന്നെ കുറേ നേരത്തെ ശല്യപ്പെടുത്തുന്നത്. 1 മിനിറ്റ് മുതൽ ഒരു തന്നെ നിക്കറ കഴിച്ചേക്കാം.
ഓസിന് കിട്ടിയില്ല നമ്മൾ കഴിക്കണം ഗൈസ്. അങ്ങനെയാ നിയമം. എനിക്ക് എച്ച് പി വേണമല്ലോ, എനിക്ക് എച്ച് പി വേണം. എനിക്ക് എച്ച് പി ഇല്ല ഗൈസ്. ഈ ഒരു വേൾഡിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേൾഡിൽ നമ്മൾ ഗോഡാണ്, ഞങ്ങൾ ദൈവമാണ് ഈ വേൾഡിൽ. ചുമ്മാ ഞങ്ങളാണെങ്കിൽ ക്രിയേറ്റീവ് എല്ലാം ഇട്ട് അങ്ങനെ സർവൈവൽ ചെയ്ത് അങ്ങനെയാണ് കളിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ അവസാനത്തെ ഞാൻ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ മോഡ് എടുത്ത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇൻട്രോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പൊങ്ങുന്ന ഇൻട്രോയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രോ എടുക്കാനും ഈ ഒരു ഫീച്ചർ നല്ല ബെസ്റ്റായിരിക്കും. അപ്പം ഞാൻ പറക്കുന്നതിനെ കൂടി കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അയ്യോ, പറക്കാൻ പറ്റില്ല. പറക്കറ. എൻ്റെ സ്കിന്ന് ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറയാനേ. ഞാൻ വേറെ ഒരു ആപ്പ് കയറ്റി ഡൗൺലോഡ് ചെയ്തേ. പിന്നെ എൻ്റെ വേറൊരു സ്കിന്നുണ്ട് മൈൻക്രാഫ്റ്റിൽ നിന്ന് തന്നെ. ആ സ്കിന്നാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഇതിപ്പോൾ എൻ്റെ കസിൻ്റെ കൂടെ കളിക്കുമ്പം ഇടുന്ന എൻ്റെ ഈ സ്കിന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല, കാരണം ഞാൻ വേറൊരു ആപ്പെല്ലാം യൂസ് ചെയ്ത് ഓക്കെ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററിയും തീരാറായി. ബൈ.